പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത് ഫിലിപ്പോസ് വഴിയായി ജനങ്ങൾ ക്രിസ്തുവിനെ പറ്റി അറിയുകയും അവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നവരിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. അവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുക്കുകയും ചെയ്യുന്നു. നമ്മൾ ദൈവവചനം വായിക്കാം, ദൈവവചനത്തിൽ വിശ്വസിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പത്രോസിലൂടെ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുന്നതിനും ശാന്തതയോടും ബഹുമാനത്തോടും കൂടി എല്ലാവരോടും മറുപടി പറയുന്നതിനും നമ്മുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുന്നതിനും നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ്. ദൈവഹിതം എങ്കിൽ അതിൽ സന്തോഷിക്കാം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും ഞങ്ങളോട് കൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാം. നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ പിതാവായ ദൈവത്തെയും നമ്മൾ സ്നേഹിക്കുന്നു. അങ്ങനെ ത്രിത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എപ്പോഴും കൽപ്പനകൾ പാലിക്കുന്നതിന് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാകണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ അവിടുന്ന് നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് നമ്മൾ വചനം പകർന്നു കൊടുക്കുകയും മറ്റുള്ളവരെയും വിശുദ്ധിയിൽ ജീവിപ്പിക്കുകയും ചെയ്യും.